വിടമാട്ടെ മനസ്സിലായില്ലേ? 2019 ഗവൺമെൻറ് കോളേജിന് വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്തുന്നത് പൂക്കോട്ടുപാടത്ത്. ഇന്ന് വരെ അതിൻ്റെ കടലാസ് ശരിയായിട്ടില്ല. മനസ്സിലായോ? ആരാ തടുക്കുന്നത്? ഇതെങ്ങനെ തടുക്കപ്പെട്ടു? സഖാക്കൾ ആലോചിക്ക്. അപ്പൊ ഇത് നടക്കൂല. നടത്തിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ എന്നെ തോൽപ്പിക്കണം. ഞാനീ പണി നിർത്തിപ്പോയതായിരുന്നു, സത്യങ്ങളോട് പറയല്ലോ. കാരണം എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു. ഒരു നിവൃത്തി ഇവിടെ ജീവിക്കാൻ ഒരു നിലക്കും സമ്മതിക്കൂല. പിന്നെ ഞാൻ ഗൾഫിനെ പറ്റി ആലോചിച്ചു. അവിടെ ഇതിൻ്റെ വാലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പറയുന്ന നമ്മൾ ഉപദ്രവിച്ചതിൻ്റെ വാലുകൾ. പിന്നെ ഒരാൾക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത നാടെന്ന് ആലോചിച്ചപ്പോൾ ആഫ്രിക്ക കിട്ടിയത്. മനസ്സിലായില്ലേ? 50 ഡിഗ്രി ചൂടിൻ്റെ കോലം കണ്ടിട്ടില്ലേ നിങ്ങൾ? തൊഴിലാളി വർഗ പാർട്ടി, ആ തൊഴിലാളികളോടൊപ്പം നിന്ന് അധ്വാനിക്കായിരുന്നു ഞാൻ. അതങ്ങോട്ട് ക്ലച്ച് പിടിച്ച് പോവുമായിരുന്നു. അതിലവിടുന്ന് വിളി വരണം, എന്തായാലും വരണം. വിളിച്ചത് പ്രിയപ്പെട്ട കോടിയേരി സഖാവാണ്. ഫോൺ എടുക്കാതെ ഇതേപോലെ തന്നെ കുറേ ഞാൻ ഒഴിവായി. നോമിനേഷൻ കൊടുത്തു തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കറിയാലോ. ഈ പത്രക്കാരെ മുഴുവൻ ഞാൻ അന്ന് വെല്ലുവിളിച്ചു. കാരണം ഇതാ അവിടെ ഇരിക്കണം എല്ലാവരും ഞാൻ വെല്ലുവിളിച്ചു, വരാൻ പറഞ്ഞു. എല്ലാവരും വരും നിലമ്പൂർക്ക്. ഞാൻ നോമിനേഷൻ കൊടുത്തു. ജനങ്ങളിവിടെ ഇങ്ങനെ ഇറങ്ങി നടന്നേ ഉള്ളൂ. ഞാൻ എല്ലാവരും ഒറ്റക്കെട്ട്, കോൺഗ്രസ്, ലീഗ്, BJP, പത്രക്കാർ എങ്ങനെയും തോൽപ്പിക്കണം. രാഹുൽ ഗാന്ധി ഉൾപ്പെടുത്തുള്ള രാജ്യത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ലീഗിൻ്റെ നേതൃത്വം, BJPയുടെ നേതാക്കന്മാർ, മുന്നിൽ കൂടിയും ബാക്കിൽ കൂടെയും എല്ലാവരും കൂടി ഒരു കെട്ട്, ഒറ്റക്കെട്ട്. ഈ പറഞ്ഞ പോലെ എനിക്കോ മേലെ നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി, പിന്നെ അതിൻ്റെ അടിയിൽ കുറേ പാവപ്പെട്ട സഖാക്കൾ, പിന്നെ എന്നെ സ്നേഹിക്കുന്ന സാധാ കുറേ മനുഷ്യന്മാരും. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് 2021 PV അൻവർ മത്സരിക്കുമ്പോൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒരാൾ കോടിയേരി സഖാവിനെ അങ്ങോട്ട് വിട്ടില്ല, മുഖ്യമന്ത്രിയെ അങ്ങോട്ട് വിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു സ്റ്റേറ്റ് ലീഡറും ഇവിടെ വന്നില്ല. എന്താണ് റിപ്പോർട്ട്? വെറുതെ അവിടെ സമയം കളയണ്ടാന്ന്. തോൽക്കും. അപ്പോൾ ഈ ടഫ് ഇലക്ഷൻ നടക്കുമ്പോൾ ഈ നേതാക്കന്മാർ ഇങ്ങോട്ട് എത്താൻ പാടില്ല. മൂപ്പരുള്ളിൽ എന്താ? ഈ ചങ്ങായി ഒന്ന് പണ്ടാറടയ്ക്കാൻ മതിയായിരുന്നു. എന്താ കാരണം? കാരണമൊന്നുമല്ല. ഞാനൊരു അധിക പ്രസംഗിയാണ്. ഞാൻ അധികം പ്രസംഗിക്കൽ എനിക്ക് വേണ്ടിയിട്ടില്ല, ഇവിടുത്തെ ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും വേണ്ടിയിട്ട് പല പ്രാവശ്യം ഈ സുജിത് ദാസിൻ്റെ വിഷയമടക്കമുള്ള വിഷയങ്ങൾ, ഫോറസ്റ്റിൻ്റെ വിഷയങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ അപ്പം പറയും പാർട്ടിയാണ് മുണ്ടല്ലി, ഗവൺമെൻറ്റാണ് മുണ്ടല്ലി. അപ്പം എങ്ങനെയെങ്കിലും എന്നാൽ പിന്നെ എന്നെ പണ്ടാറടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ നിന്ന്? എങ്ങനെയും ജീവിച്ചു പോയിരുന്നു എന്ന്. എല്ലാ പഠിച്ച പണി 18 നോക്കി തോൽപ്പിക്കാൻ. അവസാനം രാഹുൽ ഗാന്ധിൻ്റെ റാലിയാണെന്ന്. അപ്പോൾ ഞാൻ വിളിച്ചു, കോടിയേരി സഖാവിനെയും മുഖ്യമന്ത്രിയും വിളിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് പോവാണ് CM. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. പിന്നെ പറഞ്ഞു അവരെയൊക്കെയാണ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി അൻവറിനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒരാളും വന്നില്ല. റിസൾട്ട് വന്നപ്പോൾ ഏതൊക്കെയോ പാവങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ജയിച്ചു അല്ലേ? ഇനി ഇവിടുന്ന് ജയിക്കാൻ പാടില്ല.